ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങളൊരു ചിട്ടിയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ചിട്ടിയിൽ ചേരണം? KSF വേണോ, ഏതെങ്കിലും പ്രൈവറ്റ് ചിട്ടി വേണോ എന്നൊക്കെ. ഞാൻ എപ്പോഴും അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ KSF ചിട്ടിയിൽ ചേരുന്നതായിരിക്കും നല്ലത് എന്നാണ്. എന്നാൽ ഈ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ ഒന്നിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ചിട്ടിയെ പറ്റി, അതുപോലെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ ആ സുഹൃത്തുക്കളിൽ മിക്കവർക്കും ചിട്ടി ഉള്ളവരാണ്. പക്ഷെ ചിട്ടി KSFയിലല്ല, പിന്നെ എവിടെയാ? സ്വകാര്യ ചിട്ടികളാണ് മിക്കവരുടെയും. 1-2 പേർക്ക് മാത്രമേ ആകെപ്പാടെ KSF ചിട്ടി ഉള്ളൂ. ഈ സ്വകാര്യ ചിട്ടി ഉള്ള ഈ സുഹൃത്തുക്കളിൽ മിക്കവർക്കും മുൻപ് KSF ചിട്ടി ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവർ പറയുന്നത് KSF ചിട്ടി കൊള്ളത്തില്ല, മികച്ചത് സ്വകാര്യ ചിട്ടികളാണ് എന്നുള്ളതാണ്. അതിന് അവർ ഒരുപാട് കാരണങ്ങളും പറയുകയുണ്ടായി. മുമ്പും ഇത്ര അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെ KSF റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും അങ്ങനെയൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഈ വിഷയത്തെപ്പറ്റി ശരിക്കും സ്റ്റഡി ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് ആളുകൾ പ്രൈവറ്റ് ചിട്ടികളെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ അഭിപ്രായത്തിൽ അതാണ് മികച്ചത്. അതിനവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സ്വകാര്യ ചിട്ടികളാണ് മികച്ചത് എന്ന് കരുതുവാൻ. ഒന്നാമത്തെ കാര്യം ഇതാണ്: ചിട്ടിപ്പണം കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമാണ് പ്രൈവറ്റ് ചിട്ടികളുടെ കേസിൽ. ചിട്ടിയുടെ നറുക്ക് വീണു, അല്ലെങ്കിൽ ചിട്ടി നമ്മൾ ലേലത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പണം കിട്ടും. വളരെ കർക്കശമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളൊന്നുമില്ല. 2 പേരുടെ ആൾജാമ്യം മതി, 2 ചെക്ക് ലീഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ചില കേസിൽ അതുപോലും വേണ്ട, വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ എന്ത് കിട്ടും? പണം കിട്ടും എന്നുള്ളതാണ്. മാത്രമോ, ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ 1 മാസം വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആ ഒരു എമൗണ്ട് നമുക്ക് കൈ കിട്ടുകയും ചെയ്യും. KSFയിൽ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. വളരെ കർക്കശമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളാണ്. ഒരു സാധാരണക്കാരന് പലപ്പോഴും സാധിക്കാറ് പോലുമില്ല KSF ആവശ്യപ്പെടുന്ന കൂട്ട് ജാമ്യങ്ങളൊക്കെ നൽകി ചിട്ടിപ്പണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞൊക്കെയാണ് നമുക്ക് KSFയിൽ നിന്ന് പണം കിട്ടുക. അങ്ങനെയും പ്രശ്നമുണ്ട്. അതായത് പണം കിട്ടാൻ കൂടുതൽ എളുപ്പം, പെട്ടെന്ന് നമുക്ക് പണം കിട്ടുന്നത് സ്വകാര്യ ചിട്ടികളുടെ കേസിലാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഉയർന്ന വീതപ്പലിശയാണ് സ്വകാര്യ ചിട്ടികളിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് എന്തുവാ? വീതപ്പലിശയാണ്. KSFയിൽ താരതമ്യേന വീതപ്പലിശ കുറവാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, KSF ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ പണം കിട്ടണമെങ്കിൽ കർക്കശമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളൊക്കെ പാലിക്കണം. പലർക്കും അത് സാധിക്കാറില്ല. അപ്പോൾ ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു? ചിട്ടി വിളിച്ച് FD ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും KSF ചേരുന്നവർ. അപ്പോൾ അവർ വളരെ പെട്ടെന്ന് ചിട്ടി വിളിക്കുകയില്ല. വളരെ ഉയർന്ന മാർജിനിലൊന്നും ചിട്ടി വിളിക്കാൻ വേണ്ടി അവർ തയ്യാറല്ല. അവർക്ക് ഏറ്റവും കുറഞ്ഞ മാർജിനിൽ ചിട്ടി കിട്ടണം, എങ്കിലേ അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഉയർന്ന മാർജിനിൽ എന്ന് പറഞ്ഞാൽ 30% വരെ താഴ്ത്തിയൊക്കെ ചിട്ടി വിളിക്കാൻ വേണ്ടി ആൾക്കാർ തയ്യാറാകുന്നില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ചെറിയ എമൗണ്ടിന് ചിട്ടി പോകും. ചെറിയ എമൗണ്ടിന് ചിട്ടി പോയി കഴിയുമ്പോൾ ആളുകൾക്ക് ലഭിക്കുന്ന, മെമ്പേഴ്സിന് കിട്ടുന്ന വീതപ്പലിശ കുറയുകയും ചെയ്യും. എന്നാൽ ഈ പ്രൈവറ്റ് ചിട്ടിയുടെ കേസിൽ അങ്ങനെയല്ല. അവിടെ ചിട്ടിപ്പണം കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്താണ്, പൈസ ആവശ്യമുള്ളവർ കുറച്ച് കൂട്ടിയാണ് എങ്കിലും ഉയർന്ന മാർജിനിൽ തന്നെ വിളിക്കാൻ വേണ്ടി തയ്യാറാണ്. 30%, 25% വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ വീതപ്പലിശ കൂടും മറ്റ് മെമ്പേഴ്സിന്. അങ്ങനത്തെ വിഷയമുണ്ട്. അതായത് വീതപ്പലിശ കൂടുതൽ കിട്ടുന്നതായി കാണുന്നുണ്ട്. എവിടെ? സ്വകാര്യ ചിട്ടികളുടെ കേസിൽ. ശാസ്ത്രീയമായ അടിത്തറയൊന്നും കൂടി ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവ്. അതായത് നമ്മളൊരു ചിട്ടി ചേർന്ന് കഴിയുമ്പോൾ ചിട്ടി കമ്പനി നമ്മുടെ ചാർജ് ചെയ്യുന്ന സംഗതിയാണെന്ത്? ഫോർമൻ കമ്മീഷൻ. KSF ചാർജ് ചെയ്യുന്നത് 5% ആണ്, സലയുടെ 5%. അതായത് 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപയാണ് KSF ഫോർമൻ കമ്മീഷനായിട്ട് പിടിക്കുന്നത്. പരമാവധി 5% വരെ പിടിക്കാനുള്ള അധികാരം ചിട്ടി കമ്പനികൾക്കുണ്ട്. എന്നാൽ പല സ്വകാര്യ ചിട്ടി കമ്പനികളും ഇത്രയും പിടിക്കാറില്ല. അപ്പോൾ അത് ആൾക്കാർക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാറുണ്ട്. മാത്രമല്ല, GSTയുടെ കേസിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് ഈ KSF GST എക്സ്ട്രാ മേടിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5000 രൂപയ്ക്കകത്ത് GST പെടുകയില്ല. GST നമ്മൾ വേറെ അടയ്ക്കണം. ഈ പല സ്വകാര്യ ചിട്ടികളും എന്താ ചെയ്യുന്നതെന്നറിയാമോ?
ഈ ഫോർമൻ കമ്മീഷനകത്ത് തന്നെ എന്തും പെടുത്തും, GSTയും പെടുത്തും. അപ്പോൾ ശരിക്കും അവരുടെ വരുമാനം കുറയുന്നുണ്ട്. ചിട്ടിയിലെ അംഗങ്ങൾക്ക് എന്താണ് അതൊരു നേട്ടമാണ്. ഇനി നാലാമത്തെ കാര്യം, ഈ സ്വകാര്യ ചിട്ടികളുടെ കേസിൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. നമ്മൾ ചേരുന്ന സമയത്താണെങ്കിലും ചിട്ടി പിടിക്കുന്ന സമയത്താണെങ്കിലും ചിട്ടിപ്പണം കിട്ടുന്ന സമയത്താണെങ്കിലും ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേപ്പർ വർക്കുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. എന്നാൽ KSFBയിൽ അങ്ങനെയല്ല. വളരെ വ്യക്തമായിട്ടുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട്, അതെല്ലാം വ്യക്തമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്വകാര്യ ചിട്ടികളുണ്ട്. ആ ചിട്ടിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ഏരിയയിലുള്ള കുറേ പേരായിരിക്കും. ചിലപ്പം എന്തെങ്കിലും അസോസിയേഷനോ മറ്റോ ഉണ്ടായിരിക്കും, അതിൽ പെട്ട ആൾക്കാരായിരിക്കും മെമ്പേഴ്സ്. എല്ലാവരും പരസ്പരം അറിയുന്നവർ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ, ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ പേരിലൊക്കെയാണ് അവിടെ എന്ത് കൊടുക്കുക, ചിട്ടിപ്പണം കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ ഈടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയൊക്കെ ചിട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ചിട്ടികളോടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിട്ടികളൊക്കെ ചേർന്ന ആൾക്കാർ പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ KSFB ഒന്നും ചേരരുത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചിട്ടിയുണ്ട്, നമ്മുടെ അസോസിയേഷൻ്റെ ചിട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ഒരു സംവിധാനമുണ്ട് അതിൻ്റെ ചിട്ടിയാണ്, ഒരു കുഴപ്പമില്ല, വളരെ സുതാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇനി ആറാമത്തെ കാര്യം, ഈ സ്വകാര്യ ചിട്ടി കമ്പനികളിലെയൊക്കെ ജീവനക്കാർ വളരെ ഫ്രണ്ട്ലി ആണ്. അവർ വളരെ താല്പര്യത്തോടെ വളരെ കാര്യമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യും. നമുക്ക് വേണ്ട കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ ചെയ്തു തരും. ഈ പല ആൾക്കാരും പറയുന്നു KSFBയിൽ അങ്ങനെ ഇല്ല എന്ന്. പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് KSFBയിലെ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പല ആൾക്കാരും പറയുന്നുണ്ട്, നമ്മുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ല, അവർ പറഞ്ഞു തരുന്നില്ല, ജാടയാന്നൊക്കെ. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്വകാര്യ ചിട്ടികളെ സ്നേഹിക്കാനുള്ള ഒരു കാരണമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായല്ലേ, എവിടെ ചേരണം, KSFB വേണോ പ്രൈവറ്റ് ചിട്ടി വേണോ? ഉത്തരം വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ പണം ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഏത് തന്നെയാണ്? KSFB തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KSFBയുടെ ജാമ്യ വ്യവസ്ഥകൾ വളരെ കർക്കശമാണ്. അതുകൊണ്ട് തന്നെയാണ് KSFB ചിട്ടികൾ പൊട്ടാതെ ഇരിക്കുന്നത്. പല പ്രൈവറ്റ് ചിട്ടികളുടെയും ജാമ്യ വ്യവസ്ഥകൾ വളരെ ലിബറലാണ്. അതുകൊണ്ട് എന്താണ്, ഈ ചിട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന പലരും പൈസ അടയ്ക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ചിട്ടി പൊട്ടിപ്പോവും, ബാക്കിയുള്ള ആൾക്കാരുടെ പൈസ പോകും. ആ ഒരു സാധ്യത അവിടെയുണ്ട്. സേഫ്റ്റിയുടെ കേസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെടുക്കാം, പ്രൈവറ്റ് ചിട്ടികൾ എടുക്കാം. എന്ന് വെച്ച് എല്ലാ പ്രൈവറ്റ് ചിട്ടികളും തട്ടിപ്പാണെന്നൊന്നുമില്ല കേട്ടോ. വർഷങ്ങളായിട്ട് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചിട്ടി കമ്പനികളൊക്കെ ഉണ്ട്. ആ കാര്യം വിസ്മരിക്കുന്നൊന്നുമില്ല. KSFB ചിട്ടികൾ ഉറപ്പായിട്ടും റെഗുലേഷൻ അനുസരിച്ച് വളരെ കൃത്യമായി രജിസ്റ്റേർഡ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ജാമ്യവ്യവസ്ഥ കർക്കശമാണെന്നുള്ള കാര്യം ശരിയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, സേഫ്റ്റിക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ചിട്ടി ഏത് മതി, KSFB മതി. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.